ശ്രീ വിദ്യാധിരാജ ഹോമിയോ മെഡിക്കൽ കോളേജിലെ SFI യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ചത്. 12,000 രൂപയാണ് ഹൗസ് സർജൻസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഒരു മാസം സ്റ്റൈപ്പൻഡായി നൽകേണ്ടത്. എന്നാൽ കഴിഞ്ഞ 10 മാസമായി തുക ലഭിക്കുന്നില്ല. ഇതോടെ വായ്പയെടുത്ത് പഠനം ആരംഭിച്ച പല വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി. DDOയും പ്രിൻസിപ്പലും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് സ്റ്റൈപ്പൻഡ് വൈകിപ്പിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. മാസം 12,000 ആണ് ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് അനുവദിച്ചിട്ടുള്ളത്. അത് 8 മാസമായിട്ട് മുടങ്ങിക്കിടക്കാണ്. കോളേജിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾ ലോൺ എടുത്ത് പഠിക്കുന്നവരാണ്. അപ്പോൾ ഈ ലോൺ അടയ്ക്കാനുള്ള നമ്മുടെ ഒരു മാർഗ്ഗം ഈ 4.5 വർഷം വളരെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം കുറഞ്ഞ ഒരു കോളേജിൽ പഠിച്ചിട്ട് ആ ലാസ്റ്റ് വരുന്ന ആ 1 വർഷത്തെ ഹൗസ് സർജൻസി പീരീഡ് വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ കിട്ടുന്ന സ്റ്റൈപ്പൻഡെങ്കിലും ഞങ്ങൾക്ക് ആകെ ഒരു മുതൽക്കൂട്ട് അതാണ്. മാസങ്ങളായി അധ്യാപകരുടെയും ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. കോളേജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ഉപരോധത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിരുന്നു. രാത്രി 9 മണിയോടെ പോലീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സമരം അവസാനിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.